ഹായ്, ഞാനിന്ന് മുത്തപ്പൻ മടപ്പുരയിൽ വന്നതാണേ. പുരുളിമല മുത്തപ്പൻ മടപ്പുര. മുത്തപ്പൻ മടപ്പുരയിൽ എത്തുന്നതിന് മുമ്പുള്ള നാട്ടിക്കല്ല്, അതിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നാട്ടിക്കല്ലെന്ന് അതിന് പറയുക. അതിൻ്റെ ഉൾഭാഗം കാണാൻ പറ്റും. നാട്ടിക്കല്ല് കയറുന്നതിന് മുമ്പ് തന്നെ ഫ്രണ്ടിലൊരു നായി ഇരിപ്പുണ്ട്, മുത്തപ്പൻ്റെ അമ്പലത്തിൽ ഇരിക്കുന്ന പോലെ. ഇതാണ് നാട്ടിക്കല്ല്. ഇവിടെ വിളക്കെല്ലാം കത്തിക്കുന്നുണ്ട്. നാട്ടിക്കല്ല് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. കുറേ ദിവസമായിരുന്നു മുത്തപ്പൻ്റെ അമ്പലത്തിൽ വരണം, ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് പറ്റിയത്. ഞായറാഴ്ച ആയതുകൊണ്ട് ആളുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്, ഇവിടെ ഒന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും. അമ്പലം ഇതാകുന്നതിന് മുമ്പ് ഇവിടെയുള്ള കല്ല്, ഇവിടെ മുത്തപ്പൻ ഇരുന്നതാണെന്ന് തോന്നുന്നു. ഈ കല്ലിൻ്റെ മുകളിൽ നാട്ടിക്കല്ല് നന്നു. ഇവിടുന്ന് കുറച്ചും കൂടെ ദൂരമുണ്ട് നടക്കാൻ അമ്പലത്തിലേക്ക്. മുത്തപ്പൻ്റെ അമ്പലം അതാ ദൂരെ കാണുന്നതാണ് അമ്പലം. അവർ പരിചയമുള്ളതുകൊണ്ട് ഒരേ ഓട്ട മക്കൾ രണ്ടുപേരും. മുത്തപ്പൻ്റെ കാവൽക്കാർ നിൽക്കുന്നുണ്ട, രണ്ടുപേരുണ്ട് മുത്തപ്പൻ്റെ കാവൽക്കാർ അവിടെ നിൽക്കുന്നത്. ഞാൻ മുത്തപ്പൻ്റെ അമ്പലത്തിലേക്ക് എത്തി. പുരുളിമല മുത്തപ്പൻ മടപ്പുര. മുത്തപ്പൻ വെള്ളാട്ടമാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ പേരുണ്ട്, ഇങ്ങനെ കുറച്ച് പേര്. ഒരൊച്ച അനക്കമൊന്നും ഇത് കേട്ടിട്ട് ഒരനക്കം ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ചുവട്ടിൽ ചെണ്ടയുടെ ചുവട്ടിൽ മുത്തപ്പൻ പറയുന്നത് കേട്ട് കിടക്കുക. ഒരു പ്രശ്നമില്ല പുള്ളിക്കാരന്. മുത്തപ്പൻ്റെ പ്രസാദം വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ്. പ്രസാദം എല്ലാം കഴിഞ്ഞ് കാത്തിരിക്കുന്നതാണ്. ചെണ്ടയൊക്കെ മുട്ടുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നായ്ക്കളാണ് ഓടും. അതൊക്കെ അതൊരു പ്രശ്നമില്ല. പുള്ളിക്കാരൻ നല്ല തിരക്കാണ്. ഞായറാഴ്ചയാകുമ്പോൾ നല്ല തിരക്കുണ്ട്. ആൾ വന്നു. ഞാനതുകൊണ്ട് പേടിയും പിടിച്ചപ്പോഴാണ്. അച്ഛനും മക്കളും പോയി നേർച്ചയൊക്കെ കൊടുത്തു. ഞാൻ വീഡിയോ പിടിച്ചപ്പോൾ അമ്മയും അയ്യപ്പനും എല്ലാം ഉണ്ട്. ഞങ്ങൾ തിരിച്ചിറങ്ങി അമ്പലത്തിൽ നിന്ന്. പുറത്തിറങ്ങിയിട്ടുള്ള കാണുന്നത്. തിരിച്ചിറങ്ങി ഞങ്ങൾ പായസം ഉണ്ടാക്കാൻ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തേക്ക് പോയി. അപ്പം പായസമില്ല, ചോറ് മാത്രമേ ഉള്ളൂ. ചോറ് വേണ്ടാന്ന് പറഞ്ഞു. ചോറ് തിരിച്ച് പഠിച്ച് പോകാനുള്ള വിചാരത്തിലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.